സർ, കേരളത്തിലെ CPM നേതാക്കളൊക്കെ ഇനി ബംഗാളിലേക്ക് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നമുക്കറിയാം, ബംഗാളിലും തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ബംഗാളിലേക്ക് കേരളത്തിൽ നിന്നുള്ള CPM നേതാക്കൾ കൂടി എത്തുമ്പോൾ ബംഗാളിലെ തെരഞ്ഞെടുപ്പിനെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? രണ്ട് ഘട്ടമായാണ് പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ്. ആദ്യ ഘട്ടം 21-ാം തീയതി, രണ്ടാം ഘട്ടം 29-ാം തീയതി. തീപാറുന്ന മത്സരമാണ് ഇത്തവണ ബംഗാളിൽ നടക്കുന്നത്. പശ്ചിമ ബംഗാൾ പിടിച്ചടക്കും എന്നാണ് നരേന്ദ്രമോദിയും അമിത്ഷായും സത്യപ്രതിജ്ഞ ചെയ്ത് അവിടെ പ്രചണ്ഡമായ രാഷ്ട്രീയ പ്രചാരണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ തവണ കോൺഗ്രസുമായി ചേർന്നുള്ള സംയുക്ത മോർച്ചയാണ് മത്സരിച്ചത്. പക്ഷേ 5.7% വോട്ടാണ് കോൺഗ്രസ് കൂടി ഉൾപ്പെട്ട CPM, CPI, RSP മുന്നണിക്ക് ലഭിച്ചത്. ലോക്സഭ ഇലക്ഷനിൽ വൻ പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും കോൺഗ്രസിന്റെ ഒരു MP അവിടെ നിന്ന് ഉണ്ടായി. ഇത്തവണ കോൺഗ്രസ് തനിച്ചാണ് മത്സരിക്കുന്നത്. CPMന്റെ, CPIയുടെയും RSPയുടെയും ഫോർവേഡ് ബ്ലോക്കിന്റെയും മുന്നണി മുസ്ലിം ന്യൂനപക്ഷ പാർട്ടിയുമായി ഐക്യമുണ്ടാക്കും, ധാരണയുണ്ടാക്കും എന്നൊക്കെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിലും ഇതുവരെ ഒന്നും സംഭവിച്ചില്ല. എന്റെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് ഇന്ത്യയിലെ ഒരേ ഒരു ഇടതുപക്ഷ സർക്കാരിനെ നയിക്കുന്ന പിണറായി വിജയൻ, അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, സമുന്നത CPM നേതാവാണ്, തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പശ്ചിമ ബംഗാളിൽ പോകുന്നില്ല? ഞാൻ ആകാംക്ഷയോടെ പത്രങ്ങളൊക്കെ, മാധ്യമങ്ങളൊക്കെ പരതി നോക്കി. അദ്ദേഹം അവിടെ പോകുന്നില്ല. 2024 ആദ്യഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ പൂർത്തീകരിച്ച ശേഷം അദ്ദേഹം വിദേശ പര്യടനത്തിന് പോയി. നമുക്കെല്ലാം അറിയാം, വലിയ വിവാദമുണ്ടാക്കിയിരുന്നു. അദ്ദേഹം കുടുംബാംഗങ്ങളെയും കൂട്ടി. ആ സമയത്ത് ദേശീയ സഖ്യത്തിന്റെ, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി തമിഴ്നാട്ടിലും രാജസ്ഥാനിലും CPMന് 2 സീറ്റ് കിട്ടിയ സ്ഥലമാണ് തമിഴ്നാട്. DMK കോൺഗ്രസ് മുന്നണിയിലെ ഇന്ത്യ മുന്നണി ഘടകകക്ഷിയായിട്ട് 1 സീറ്റ് കൂടി ലോക്സഭയിൽ നിന്ന് കിട്ടി. അത് രാജസ്ഥാനിലാണ്. ഈ രാജസ്ഥാനിലും ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പ്രചാരണം നയിച്ചത് ഇപ്പോൾ കോൺഗ്രസ് ഹടാവോ എന്ന് മുദ്രാവാക്യം ഉയർത്തി കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഒക്കെ അനാവശ്യത്തിന് വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന CPMകാർ പ്രത്യേകം ഓർക്കണം. നിങ്ങൾക്കായി തമിഴ്നാട്ടിലും രാജസ്ഥാനിലും ഊണും ഉറക്കവും ഉപേക്ഷിച്ച് വിയർപ്പൊഴുക്കി പ്രചാരണം നടത്തിയത് രാഹുൽ ഗാന്ധിയായിരുന്നു, പ്രിയങ്ക ഗാന്ധിയായിരുന്നു, കോൺഗ്രസിന്റെ നേതാക്കന്മാരായിരുന്നു. ചരിത്രം മറക്കാൻ പാടില്ല. ബംഗാളിലെ അവസ്ഥ എന്താണ്? ബംഗാളിൽ ഇത്തവണ എന്തുകൊണ്ട് ഇടതുപക്ഷ നേതാക്കന്മാർ ആരും പോകുന്നില്ല? ഞാൻ ദേശാഭിമാനി പത്രം ഉൾപ്പെടെ നോക്കി. ആരും പോകുന്നതായി ഇതുവരെ ഒരു വാർത്തയും കണ്ടില്ല. പണ്ടൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ നേതാക്കന്മാർ ബംഗാളിൽ പോവും. ബംഗാളിലെ മഹാരഥന്മാരായ നേതാക്കന്മാർ കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി പ്രചാരണത്തിലെത്തും. ഞാനൊരു പരിപാടിയിൽ പണ്ട് പറയുകയുണ്ടായി, ബംഗാൾ മുഖ്യമന്ത്രി ജ്യോതി ബസു മുതൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഇടതുപക്ഷ മുന്നണി കൺവീനറുമായിരുന്ന പ്രമോദ് ദാസ് ഗുപ്ത, അദ്ദേഹമാണ് ആദ്യത്തെ കൺവീനർ. 1977 ബംഗാളിൽ ഇടതുപക്ഷ മുന്നണി രൂപീകരിച്ചപ്പോൾ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പ്രമോദ് ദാസ് ഗുപ്തയായിരുന്നു കൺവീനർ. അതിനുശേഷം ഒട്ടേറെ കാലം പാർട്ടി സെക്രട്ടറി തന്നെയാണ് അവിടെ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ പദവി സ്ഥാനം അലങ്കരിക്കുന്നത്. അദ്ദേഹത്തെ തുടർന്ന് സരോജ് മുഖർജി, സൈലൻ ദാസ് ഗുപ്ത തുടങ്ങിയവരൊക്കെ ഇടതുപക്ഷ മുന്നണി കൺവീനർമാരായി. അവരൊക്കെ കേരളത്തിൽ വന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിട്ടുണ്ട്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിന് പോലും ചില ബംഗാളിൽ നിന്നുള്ള നേതാക്കന്മാർ കേരളത്തിൽ വന്നിരുന്ന ഒരു പാരമ്പര്യമുണ്ട്. ഇവിടെ നിന്നും നേതാക്കന്മാർ അങ്ങോട്ട് പോകും. ഇപ്പോൾ മഹാരഥന്മാരൊക്കെ അരങ്ങൊഴിഞ്ഞു, ചരിത്രത്തിന്റെ താളുകളിലേക്ക് പിൻവാങ്ങി. ജ്യോതി ബസു നമ്മോടൊപ്പമില്ല, ബുദ്ധദേവ് ഭട്ടാചാര്യയില്ല, ത്രിപുരയിലെ നിപൻ ചക്രവർത്തി ഇല്ല, ദശരഥ് ദേവില്ല, സെക്രട്ടറിമാരില്ല. സഖാക്കന്മാർ ആവേശപൂർവ്വം മുദ്രാവാക്യം വിളിച്ചിരുന്ന ബംഗാളിലെയും ത്രിപുരയിലെയും നേതാക്കന്മാർ ആരുമില്ല. ത്രിപുരയിൽ മാത്രമാണ് പേരിനെങ്കിലും പാർട്ടി അവശേഷിച്ചിരിക്കുന്നത്. ബംഗാളിൽ അത് ചരിത്രത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു.
എങ്കിലും എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് ഒരേ ഒരു ഇടതുപക്ഷ കോട്ടയിൽ നിന്ന് പച്ചത്തുരുത്തിൽ നിന്ന് ബംഗാളിലേക്ക് പിണറായി വിജയൻ പോകുന്നില്ല? കൂടെ കൂട്ടാൻ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെ കൂടി അദ്ദേഹം കൊണ്ടുപോകേണ്ടതാണ്. കാരണം അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമാണ്. മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗമുണ്ട്, മലയാളിയാണ്, കേരളത്തിൽ നിന്നാണ്, A. വിജയരാഘവനാണ്. ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ. പേരാമ്പ്രയിൽ അദ്ദേഹം കടുത്ത മത്സരത്തിലായിരുന്നതുകൊണ്ട് കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിൽ അദ്ദേഹം പ്രചാരണം നടത്തിയില്ല. TP രാമകൃഷ്ണനാണ്. അത് പാരമ്പര്യം അനുസരിച്ച് ഇടതു മുന്നണി കൺവീനർമാർ കൂടി മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രചാര പ്രവർത്തനത്തിന് പോകേണ്ടതാണ്. ഇവർക്കൊന്നും പറ്റിയില്ല എങ്കിൽ, അല്ലെങ്കിൽ കൂടെ കൂട്ടാൻ അഖിലേന്ത്യാ നേതാക്കന്മാരുണ്ട്, കാര്യം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുണ്ട്. നമുക്ക് PK ശ്രീമതിയെ കൊണ്ടുപോകാം. EP ജയരാജൻ, ചിറ്റപ്പൻ എന്നൊക്കെ സോഷ്യൽ മീഡിയയിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ ആക്ഷേപിക്കുന്ന EP ജയരാജനെ, അദ്ദേഹം കൺവീനറായിരുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനറായിരുന്നു. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകാം. KK ശൈലജ ടീച്ചറുണ്ട്, തോമസ് ഐസക് ഉണ്ട്, K രാധാകൃഷ്ണനുണ്ട്, KN ബാലഗോപാലുണ്ട്, P രാജീവ് ഉണ്ട്. ഇവരൊക്കെയാണ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കഴിഞ്ഞാൽ കേരളത്തിന്റെ നേതാക്കന്മാരായി കേന്ദ്ര സമിതിയിലുള്ള CPM-ന്റെ സംഘടനാ സ്ട്രക്ചർ അനുസരിച്ച് സമുന്നതരായിട്ടുള്ള കേരള നേതാക്കന്മാർ. ഇവരവിടെ പോയി തീർച്ചയായും 10 വർഷം തുടർച്ചയായി കേരളം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, അത് പിണറായി സർക്കാർ എന്നാണ് CPI എതിർത്തിട്ട് പോലും എല്ലാ പ്രചാരണ യോഗങ്ങളിലും പോസ്റ്ററുകളിലും അദ്ദേഹത്തിന്റെ പടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിണറായി സർക്കാർ കേരളത്തിന്റെ സാമൂഹിക ഘടന മാറ്റിയെഴുതിയ ബദൽ രാഷ്ട്രീയം നടപ്പിലാക്കിയ കാര്യങ്ങൾ എണ്ണി എണ്ണി അവർക്ക് ബംഗാളിലെ ഗ്രാമങ്ങളിൽ പറയാം. ഭാഷ ഒരു തടസ്സമല്ല. കാര്യം ബംഗാളിലെ 34 വർഷത്തെ സമത്വസുന്ദരമായ ഭരണം പെരുവഴിയിലാക്കിയ ആൾക്കാർ മുഴുവൻ കേരളത്തിൽ തൊഴിൽ തേടി എത്തിയതുകൊണ്ട് മലയാളം പറഞ്ഞാലും അവർക്ക് മനസ്സിലാവും. ഏത് ബംഗാൾ, പശ്ചിമ ബംഗാൾ ഉൾനാടൻ ഗ്രാമത്തിൽ പോയി മലയാളത്തിൽ സംസാരിച്ചു കഴിഞ്ഞാലും ഒരു പകുതി പേർക്കെങ്കിലും നമ്മുടെ മലയാളം മനസ്സിലാവും. കാര്യം ഒരു കേരളവുമായിട്ടുള്ള സംസർഗം, ജോലി ചെയ്യാൻ ഇവിടെ വന്ന് അവരുടെ ഗൾഫ് രാജ്യമാണ് കേരളം. അങ്ങനെ എല്ലാ സ്ഥലത്തും പോയി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇന്ത്യയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനെതിരായി, ഈ BJP-യുടെ, മോദിയുടെ, അമിത്ഷായുടെ, സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിനെതിരായി കേരളത്തിൽ നടപ്പാക്കിയ സാമ്പത്തിക നയങ്ങൾ, ബദൽ നയങ്ങൾ, ഇതാണ് സുവർണരേഖ, ഇന്ത്യൻ വിമോചനത്തിന്റെ സുവർണരേഖ എന്ന് എണ്ണി എണ്ണി പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിലും അസംബ്ലിയിലും ലോക്സഭയിലും സമ്പൂജ്യരായിട്ടുള്ള ഇടതുപക്ഷത്തെ ഈ വിമോചന മാർഗം കാണിച്ച് കരകയറ്റാൻ മുന്നോട്ടിറങ്ങുകയും ചെയ്യാൻ എന്തുകൊണ്ടാണ് മടിച്ചു നിൽക്കുന്നത് എന്ന് എനിക്ക് തീരെ മനസ്സിലായിട്ടില്ല. ആരെങ്കിലും കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികളിലെ ഇപ്പോഴും കുറ്റിയേറ്റുപോകാതെ സജീവമായി നിലനിൽക്കുന്ന ഒരു വംശം ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. അവരെങ്കിലും പിണറായി വിജയനോട് വിദേശ സഞ്ചാരം വേണ്ട, തൽക്കാലം കാവൽ മന്ത്രിസഭയാണ്, ഔദ്യോഗികമായിട്ടുള്ള എൻഗേജ്മെന്റ്സ് ഒന്നും ഉണ്ടാവില്ല, കുടുംബത്തെ കൂട്ടി കുറഞ്ഞ വർഷം ഗൾഫിലെങ്കിലും പോകാതെ ബംഗാളിലേക്കെങ്കിലും പോകൂ എന്ന് അദ്ദേഹത്തെ ഉപദേശിക്കാൻ, സ്നേഹബുദ്ധിയാ ഉപദേശിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരണമെന്നാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് ബംഗാളിലേക്ക് പോകുന്നില്ല എന്നതൊരു ചോദ്യം തന്നെയാണ്. ബംഗാളിൽ അങ്ങേയറ്റം വലിയ രീതിയിൽ ഒരു ചലനമുണ്ടാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നു എന്നുള്ളിടത്ത് മറ്റു നേതാക്കളൊക്കെ കേരളത്തിൽ നിന്ന് പോകുമ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകുന്നില്ല എന്നതാണ് ചോദ്യം. വ്യക്തമാണ്. താങ്ക് യു പ്രദീപ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.